ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാലപ്പൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പാലപ്പം എത്ര നന്നായി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാനൊന്ന് ട്രൈ ചെയ്ത് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് പെർഫെക്റ്റായി കിട്ടുമെന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളിയായി കിട്ടിയിട്ടുണ്ടാവും. സാധാരണ അരി കുതിർത്ത് നമ്മൾ പാലപ്പം ചുടുന്ന സമയത്ത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. എന്നാൽ ഈ ഒരു രീതി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലപ്പം റെസിപ്പി നിങ്ങളിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു പാലപ്പം ഉണ്ടാക്കുക അത്രയും സിമ്പിളാണ് കേട്ടോ. ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പാലപ്പം റെസിപ്പി ചെയ്യുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് അജ്മി അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരവിക്ക് കുറച്ചൊരു ഇളക്കം പറ്റിയത് കൊണ്ട് തന്നെ ഞാൻ തേങ്ങ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും തേങ്ങ ചിരവി എടുക്കുക. തേങ്ങ ചിരവി എടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം അരഞ്ഞ് കിട്ടുന്നതാണ്. അതുകൊണ്ട് ചെയ്യുന്നവർ തീർച്ചയായും തേങ്ങ ചിരവി എടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഏത് ചോറാണോ നമ്മൾ വെച്ചിട്ടുള്ളത് ആ ഒരു ചോറ് ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മൂടേരി ചോറാണ്. അപ്പോൾ ചോറ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടുതലായി പോകരുത്. ചോറ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മളെ പാലപ്പത്തിനൊരു ഒട്ടൽ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെ ആവശ്യാനുസരണം പാകത്തിനായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസ് എടുക്കുക. അതിന് ശേഷം ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കട്ട കൂടാതെ നോക്കണം കേട്ടോ പത്തിരിപ്പൊടി. കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലപ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളത്. അപ്പോൾ അത്രയും സിമ്പിളാണ്, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പാലപ്പം ഇത്രയും സിമ്പിളായത് കൊണ്ടായിരിക്കും നന്നായിട്ട് ഇത് വൈറലായിപ്പോയത്. അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു പാലപ്പം റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെള്ളമൊഴിച്ച് ഈ ഒരു രീതിക്ക് ആക്കി വെക്കുക. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അരയ്ക്കുമ്പോൾ കുറച്ചൊരു പാടായിരിക്കും. അപ്പോൾ ഇനിയൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിയിലേക്ക് ആവശ്യത്തിനുള്ള ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സാധനങ്ങൾ ചേർക്കുക. ഞാൻ ഈ ഒരു മിക്സി ജാറിൽ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. അതായത് എൻ്റെ വീട്ടിലിപ്പോൾ 4 പേരാണുള്ളത്. അപ്പോൾ 4 പേർക്കുള്ള വെള്ളപ്പത്തിനുള്ള റെസിപ്പിയാണ് കേട്ടോ ഇതിപ്പോൾ. അപ്പോൾ 4 പേർക്കുള്ള മാവ് ഞാൻ 2 ജാറിലായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി ചേർക്കുക, കൂടുതൽ വെള്ളം ചേർക്കരുത്. കൂടുതൽ വെള്ളം ചേർക്കുമ്പോൾ നമ്മളെ മാവൊന്ന് നല്ല ലൂസായി പോയി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അരച്ചിട്ട് ഈ ഒരു രീതി കിട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കുമിളകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കുമിളകൾ വന്നാൽ തന്നെ നമുക്കറിയാം നമ്മളെ പാലപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നുള്ളത്. നമ്മൾ ദോശ തയ്യാറാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ദോശയ്ക്ക് അരയ്ക്കുന്ന സമയത്ത് നല്ല കുമിളകൾ വന്നാൽ നമുക്കറിയാം നമ്മളെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല മുഴുപ്പായി കിടക്കുക കേട്ടോ ഇതിപ്പോൾ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് തേങ്ങാവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളം ചേർത്താണ് കേട്ടോ ഞാനിത് ലൂസാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ലൂസായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങാവെള്ളം ചേർക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി സോഫ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് തേങ്ങാവെള്ളം ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പാലപ്പത്തിന് ഏറ്റവും വേണ്ട ഒരു ഇൻഗ്രീഡിയൻസും തേങ്ങാവെള്ളമാണ് കേട്ടോ. അപ്പോൾ തേങ്ങാവെള്ളം കുറച്ചായതുകൊണ്ട് ഞാനത് അവസാന ഭാഗത്ത് മാത്രമാണ് ചേർക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങാവെള്ളം ഉണ്ടായിരുന്നെങ്കിൽ അത് ചേർത്തരച്ചാൽ നമുക്കൊന്നും കൂടി നല്ല ഇതിൽ കിട്ടും. പക്ഷേ എന്നാലും തേങ്ങാവെള്ളത്തിൻ്റെ കുറവൊന്നും ഇതിൽ കാണുന്നില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തേങ്ങാവെള്ളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാനുള്ള തേങ്ങാവെള്ളം കുറച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അതായത് മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു വീഡിയോൻ്റെ തന്നെ ഹൈലൈറ്റ്. അതുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ നല്ല വൈറലായി പോകാനും കാരണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കരണ്ടിയൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മാവ് പുളിക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ച് ഉള്ളി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് കുറച്ച് മാവുള്ളത് കൊണ്ട് തന്നെ മീഡിയം സൈസ് ഉള്ളി എടുത്ത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു മാവിൻ്റെ നടുവിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കുക. ഇത് ഞാൻ ചെയ്യുന്നത് തലേന്നാണ് കേട്ടോ. തലേന്ന് രാത്രി ഒരു 10 മണി ആയ സമയത്താണ് ഇത് ചെയ്ത് വെച്ചത്. ഇനി രാവിലെ ഒരു 6-7 മണി ടൈമിനാണ് കേട്ടോ ഈ ഒരു പാലപ്പം ചൂടാനായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഉള്ളി എടുത്ത് നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. ഉള്ളി ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ മാവിന്ന് മാത്രം ഒഴിവാക്കുക. നമുക്ക് ഈ ഒരു ഉള്ളി മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പം വെള്ളപ്പത്തിനും ഈ പാലപ്പത്തിനൊക്കെ കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടുകറിയിലേക്കാണ് ഈ ഒരു ഉള്ളി എടുക്കുന്നത് കേട്ടോ. ആ ഒരു ഇഷ്ടുകറീൻ്റെ റെസിപ്പി കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളി നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് ഞാൻ ആ ഒരു ഇഷ്ടുകറിയിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാവ് കൂടുതലായിട്ടൊന്നും പൊന്തിയിട്ടില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് നല്ല പാലപ്പാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് മുഴുത്ത് കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കാണിച്ചു തരാം. അപ്പം വെള്ളപ്പച്ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി നല്ലോണം ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വെള്ളപ്പച്ചട്ടീൻ്റെ അകത്തേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കട്ടോ ഈ ഒരു കരണ്ടിയിൽ. അപ്പോൾ ഞാനിത് ഒഴിക്കുന്ന വീഡിയോ അല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണിത് വീഡിയോ എടുക്കുന്നതും. അപ്പോൾ ഒഴിക്കാനും വീഡിയോ എടുക്കാനും കൂടി ഒരുമിച്ച് കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ ഒഴിക്കുന്ന വീഡിയോ ഇല്ലാത്തത്. അപ്പോൾ വെള്ളപ്പം ഇതാ, വെള്ളപ്പം പാലപ്പം എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഇതിന് പറയുന്നത് കേട്ടോ. ഈ ഒരു സ്നാക്സിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അറിയാം ഇതിന് ആ ഹോൾസ് വന്നാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുള്ളത്. ഈ ഒരു പാലപ്പത്തിനും വെള്ളപ്പം രണ്ടുമാണ് ഇതിൻ്റെ പേര്. ഇതിനൊക്കെ ഈ ഒരു ഹോൾസാണ് ഇതിൻ്റെ ലുക്ക്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ടെന്ന്. അതല്ല, അത്രയും സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാലപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ലൊരു റെസിപ്പിയാണ് ഇത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്കിനി അരി കുതിർത്തില്ലെങ്കിലൊന്നും പേടിക്കേണ്ട. പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി സെറ്റാക്കി വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ പാലപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനുള്ള ഇഷ്ടുകടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനായിട്ട് ഉരുളക്കിഴങ്ങ്, നേരത്തെ ആ മാവിലിട്ട ഉള്ളി, പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി ഒരു കുക്കറിലേക്ക് ചേർക്കുന്നുണ്ട്. കുക്കറിലേക്ക് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 വിസിൽ മതി. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കുറച്ച് തേങ്ങ അരച്ചെടുത്തിട്ട് കുറച്ചൊരു തേങ്ങ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ അരച്ചത് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു പാലപ്പത്തിൻ്റെ കൂടെ ഈ ഒരു ഇഷ്ടുകറിയും കൂട്ടി കഴിക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.